ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു കർത്താവ് ദൈവപുത്രനാണെന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് സുവിശേഷങ്ങളിലൂടെ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവദിനം കേൾക്കേണ്ടതിന് അവൻ എത്തിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്നും മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്നു പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറാവോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോടുകൂടെയുള്ളവർക്കും എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശിമോൻ്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സബദി മക്കൾക്കും അവന് തന്നെ. യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. യേശുവിനെ അനുഗമിച്ച വിശുദ്ധ പത്രോസിൻ്റെ ആ ഉന്നതമായിട്ടുള്ള ആ അധികാരമാണ്. യേശു അവനോട് അപേക്ഷിച്ച് അവൻ്റെ പടകിൽ കയറി, അവൻ്റെ പടകിൽ കയറി ഒന്നും കിട്ടാത്തവനെ, ശൂന്യമായവനെ സംഭവമാക്കി മാറ്റി, സഭയുടെ ആദ്യത്തെ പോപ്പാക്കി മാറ്റിയ സംഭവമാണ്. നശിച്ച് നാറാണക്കല്ല് പിടിച്ച് സകലവും നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും നിൻ്റെ പടകിൽ നീ യേശുവിനെ ക്ഷണിക്കണം. യേശു നിൻ്റെ പടകിൽ നിന്നെ തിരക്കി വരും. നിന്നോട് ഇഷ്ടമാണെങ്കിൽ നിൻ്റെ പടകിൽ വന്ന് കയറി നിന്നെ അനുഗ്രഹിക്കും. അതുകൊണ്ട് പേടിച്ചു പോയി. അത് അനുഗ്രഹിക്കുന്ന ഉടനെ അഹങ്കരിക്കരുത്. നിനക്ക് അനുഗ്രഹം വരുമ്പോൾ നീ അങ്ങ് അഹങ്കരിക്കരുത്. ഇനി ഞാൻ ഏതാണ്ട് നേടിയെന്ന് നേടരുത്. ആ അനുഗ്രഹം വന്ന ഉടനെ അവൻ, അയ്യോ, ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുകയാണ്. ഈ അനുഗ്രഹത്തിനൊന്നും ഞാൻ യോഗ്യനല്ല എന്ന് നീ പാപിയാണെന്ന് സമ്മതിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിച്ച് നിനക്ക് അനുഗ്രഹങ്ങൾ നൽകും. കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവശക്തി വ്യാപരിച്ചു ഞങ്ങൾ ഉള്ള അവസ്ഥ അങ്ങോട്ട് അറിയിക്കുമ്പോൾ ഞങ്ങളിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന, ഞങ്ങൾക്കൊരു പുതിയ ജീവിതവും പുതിയ ശക്തിയും പുതിയ അനുഭവവും നൽകുന്ന യേശു കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നും നിലനിൽക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രകൃതിയുടെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളിലുമായി കഷ്ടപ്പെടുന്ന ജനമധ്യങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ച് അത്ഭുതകരമായി വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപ വ്യാപരിച്ചാണ്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.